ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐന. എല്ലാവരും എക്സാമിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ നാളെ നമുക്ക് മാത്സ് എക്സാം ആണല്ലോ. ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് വരെ ഉണ്ടാവാനാണ് ചാൻസ്. മാത്സിൽ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഞാൻ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്, എന്നാൽ തീരെ തൊട്ട് നോക്കാത്ത ചാപ്റ്റേഴ്സും ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇന്ന് തന്നെ കവർ ചെയ്തെടുക്കണം. എക്സാമിലായതുകൊണ്ട് തന്നെ ടേബിളൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് അത്രയ്ക്ക് ടൈം കിട്ടാറില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഇനിയെല്ലാം വെക്കേഷന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനത് അങ്ങനെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് പഠിക്കാനാണ് പ്ലാൻ കേട്ടോ. മുമ്പ് ഒരു 2-3 പ്രാവശ്യം ഇതൊക്കെ പഠിച്ച് തറാക്കി വെച്ചതാണെങ്കിലും ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല. എല്ലാം ഒന്ന് പൊടി തട്ടിയെടുക്കണം. പിന്നെ മാത്സ് ഒക്കെ നമ്മൾ യൂട്യൂബ് ക്ലാസ് റെഫർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് NCERT ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. എക്സാമിൻ്റെ തലേദിവസം യൂട്യൂബ് ക്ലാസ് കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം പഠിച്ചു പോയിട്ട് കെമിസ്ട്രി എക്സാം എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മതി. എന്നെപ്പോലൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും അല്ലേ? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലൈവ് കാണുന്നതിനേക്കാളും ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. അതാവുമ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാമല്ലോ. ടൈമെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പഠിക്കാനിരുന്നത്. അതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഒരു അരമണിക്കൂർ പഠിച്ചിട്ട് ഒരു 5-10 മിനിറ്റൊക്കെ റെസ്റ്റ് എടുക്കാനാണ് പ്ലാൻ. ചിലപ്പോഴൊക്കെ 5 മിനിറ്റ് പഠിച്ചിട്ട് അരമണിക്കൂറിലധികം റെസ്റ്റ് എടുക്കലാണ് കേട്ടോ. പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ അങ്ങനെ ചെയ്താൽ 8 നിലയിൽ പൊട്ടുന്നുള്ള കാര്യം ഉറപ്പുള്ളതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ റെഡിയല്ല. പിന്നെ ഈ ഒരു ടൈം ടേബിൾ ഞാൻ +1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ 8-10 പീരീഡുള്ള എനിക്ക് ഈ ഒരു 5 പീരീഡുള്ള ടൈം ടേബിൾ വെച്ച് എന്ത് ഉപകാരമാണ്. അതുകൊണ്ട് ഇത് ഞാനൊരു അലങ്കാരത്തിന് എൻ്റെ ടേബിളിൽ തന്നെ വെച്ചു. ഒരു ടൈമിൽ എനിക്ക് കവായി സ്റ്റിക്കേഴ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇതൊരു കവായി തീമിലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഈ ഒരു മൊബൈൽ ഫോൺ എങ്ങനെയുണ്ട്? ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒറിജിനലാണെന്ന്. പക്ഷേ ഇതൊരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡാണ്. എൻ്റെ ബ്രദർ ആദ്യം എനിക്കിത് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒറിജിനലാണെന്നാണ്. ഏതായാലും സംഭവം പൊളിയല്ലേ. ബ്രേക്ക് എന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ എടുത്തിരുന്ന ഞാൻ ഇത് നോക്കി ഇരിപ്പായി. ഇങ്ങനെ കുറച്ച് വ്ളോഗൊക്കെ കണ്ട് മൈൻഡൊക്കെ റിലാക്സ് ആയതിനു ശേഷം വീണ്ടും ഞാൻ പഠിക്കാനായിരുന്നു. ഈ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് ഉള്ള ചാപ്റ്റർ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ആൻസറൊക്കെ ചെയ്ത് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ഒക്കെ പഠിച്ചിട്ട് ആൻസർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടും. എനിക്ക് ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ജേർണലിംഗും ഡയറിയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ടും ഒരുമിച്ച് അങ്ങ് ചെയ്യും. ഇപ്പോൾ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് തന്നെ ജേർണലിംഗ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും പഠിക്കാനിരിക്കണം. അപ്പം നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. All the best for your exam. Bye bye.